ഹലോ സുഹൃത്തുക്കളെ, PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. കേരള നവോത്ഥാന ചരിത്രത്തിൽ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. ഇന്നത്തെ ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ പോയിന്റുകളും നമ്മൾ വളരെ ലളിതമായി പഠിക്കാൻ പോവുകയാണ്. പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരാം. നോട്ട്ബുക്കും പേനയും എടുത്ത് പോയിന്റുകൾ എഴുതിയെടുക്കാൻ റെഡിയായിക്കോളൂ. ആദ്യം തന്നെ ചട്ടമ്പി സ്വാമികളുടെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് നോക്കാം. PSC ഇവിടെ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ച് നോക്കാം. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് 1853 ഓഗസ്റ്റ് 25-നാണ്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. ജനിച്ച സ്ഥലം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല എന്ന സ്ഥലത്താണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ കൊല്ലൂർ എന്നും ഓപ്ഷനിൽ വരാം. രണ്ടും ശരിയാണ്. കൊല്ലൂർ എന്നും ചിലപ്പോൾ ഓപ്ഷനിൽ തരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ഇനി വിളിപ്പേര്, കുട്ടിക്കാലത്ത് വീട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കുഞ്ഞൻപിള്ള എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിളിപ്പേര്, കുട്ടിക്കാലത്തെ വിളിപ്പേരാണ് കുഞ്ഞൻപിള്ള. ഇനി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. അമ്മയുടെ പേര് നങ്ങിയമ്മ പിള്ള, അതുപോലെ അച്ഛന്റെ പേര് വാസുദേവൻ ശർമ്മ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അമ്മയും അച്ഛനുമാണ്. അമ്മ നങ്ങിയമ്മ പിള്ള, അച്ഛൻ വാസുദേവൻ ശർമ്മ എന്നുമാണ്. ഇനി പരീക്ഷകളിൽ കണ്ണമ്മൂലയിൽ ജനിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി എഴുതാം, അത് ചട്ടമ്പി സ്വാമികളാണ്. ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കണ്ണമ്മൂലയിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി അദ്ദേഹത്തിന്റെ പേരിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടമ്പി എന്ന പേര് വന്നത് അദ്ദേഹം പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ക്ലാസ്സിലെ ലീഡറായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ക്ലാസ് ലീഡർമാരെ വിളിച്ചിരുന്ന പേരാണ് ചട്ടമ്പി. അങ്ങനെയാണ് കുഞ്ഞൻപിള്ള പിന്നീട് ചട്ടമ്പി സ്വാമികളായി മാറുന്നത്. അപ്പോൾ കുഞ്ഞൻപിള്ള ചട്ടമ്പി സ്വാമിയായി മാറുന്നത് ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിലാണ്. ചട്ടമ്പി എന്ന പദം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ക്ലാസ് ലീഡർ ആയിരുന്നു. അങ്ങനെ പിന്നീട് ചട്ടമ്പി സ്വാമിയായി മാറി. ഇനി അദ്ദേഹത്തിന് സർവ്വവിദ്യാധിരാജ എന്ന ഒരു പദവി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യം കണ്ട് 8.5 യോഗം അദ്ദേഹത്തിന് നൽകിയ ആദരസൂചകമായ പദവിയാണ് സർവ്വവിദ്യാധിരാജ. അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് സർവ്വവിദ്യാധിരാജ എന്ന പദവി നൽകിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരം അത് 8.5 യോഗമാണ്. അപ്പോൾ സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, അതുപോലെ ഷൺമുഖദാസൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ഇതൊക്കെയാണ് ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ഇനി പ്രധാന വിശേഷണങ്ങളാണ് നോക്കുന്നത്. അദ്ദേഹം കാവി ഉടുക്കാതെയും കമണ്ഡലം ഇടാതെയൊക്കെ ജീവിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് പറഞ്ഞു. അതുപോലെ കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ കാഷായം ധരിക്കാത്ത സന്യാസി എന്ന് വിളിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെയും ഗുരുക്കന്മാരെയും കുറിച്ച് നോക്കാം. സംസ്കൃത വിദ്യാഭ്യാസം, അദ്ദേഹത്തിന് സംസ്കൃതവും വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ എന്ന ഗുരുവാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ സംസ്കൃതം പഠിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ഇനി അദ്ദേഹത്തിന് യോഗയും തമിഴ് വേദാന്തവും പഠിപ്പിച്ചത് തമിഴ്നാട്ടുകാരനായ ആത്മാനന്ദ സ്വാമികളാണ്. ഏതൊക്കെ യോഗയും തമിഴ് വേദാന്തവും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ഇനി ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചാണ്? അത് തമിഴ്നാട്ടിലെ വടിവീശ്വരം എന്ന ഗ്രാമത്തിൽ വെച്ച് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ഈ വടിവീശ്വരം എന്ന സ്ഥലം ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകമായ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം ഹഠയോഗം, കളരിപ്പയറ്റ്, സംഗീതം, മർമ്മവിദ്യ എന്നിവയിൽ മിടുക്കനായിരുന്നു. അദ്ദേഹം ഹഠയോഗം, കളരിപ്പയറ്റ്, സംഗീതം, മർമ്മവിദ്യ എന്നിവയിലൊക്കെ മിടുക്കനായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് മൃഗങ്ങളുടെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു എന്ന് ചില പുസ്തകങ്ങളിൽ കാണാവുന്നതാണ്. അദ്ദേഹത്തിന് മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നും കാണാം ചില പുസ്തകങ്ങളിൽ. ഇനി
ഈ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ അത് PSC പരീക്ഷകളിൽ ഇപ്പോഴും ചോദിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ച അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലെ വർഷം 1882 അപ്പോൾ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് 1882 ഇനി എവിടെ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത്? തിരുവനന്തപുരത്തുള്ള വാമനപുരത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. 1882 ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇനി ഈ കണ്ടുമുട്ടലിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ അരുവിപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ അരുവിപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അപ്പോൾ പിന്നീട് നാരായണ ഗുരു തന്റെ സമാധി സമയത്ത് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരവായി നവമഞ്ജരി എന്ന കൃതി രചിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമികളോടുള്ള ചട്ടമ്പി സ്വാമികളോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നവമഞ്ജരി എന്ന കൃതി രചിച്ചിരിക്കുന്നത്. ഇനി സ്വാമി വിവേകാനന്ദനുമായുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പോൾ ഇത് 1892 ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാമി വിവേകാനന്ദനുമായി ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടിയത് 1892 എവിടെയാണ് സ്ഥലം? എറണാകുളത്ത് വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. അപ്പോൾ സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത് എറണാകുളത്ത് വെച്ചാണ്. ചട്ടമ്പി സ്വാമികളുടെ അറിവ് കണ്ട് അത്ഭുതപ്പെട്ട സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തെ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഈ കണ്ടുമുട്ടലിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമി വിശേഷിപ്പിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ചിന്മുദ്രയെക്കുറിച്ചാണ്. വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് വ്യക്തമായി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് പറയുന്നത്. ചട്ടമ്പി സ്വാമികൾ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പേന പടവാളാക്കിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളും അവയുടെ പ്രത്യേകതകളും പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കൃതിയുടെ പേര് പരീക്ഷയ്ക്കുള്ള പ്രധാന പോയിന്റ് എന്ന രീതിയിൽ നമ്മൾ നോക്കി പോകാം. ഇപ്പോൾ വേദാധികാര നിരൂപണം, അത് ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സമർപ്പിച്ച ചട്ടമ്പി സ്വാമിയുടെ ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാം എന്ന് സമർത്ഥിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഇനി മറ്റൊരു കൃതി പ്രാചീന മലയാളം. എന്താണ് ഈ കൃതിയുടെ പ്രത്യേകത? കേരളത്തിലെ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണ മേധാവിത്വത്തെയും ശക്തമായി എതിർത്ത കൃതി. അപ്പോൾ പ്രാചീന മലയാളം എന്ന കൃതി കേരളത്തിലെ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണ മേധാവിത്വത്തെയും ശക്തമായി എതിർത്ത ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. ഇനി നമുക്ക് മറ്റൊരു കൃതി നോക്കാം, ക്രിസ്തുമത നിരൂപണം. അപ്പോൾ ഇതിന്റെ മറ്റൊരു പേരുണ്ട് ക്രിസ്തുമത ഛേദനം എന്നാണ്. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം എന്നൊക്കെ അറിയപ്പെടുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരിവർത്തനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എഴുതിയതാണ് ഈ ക്രിസ്തുമത ഛേദനം. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരിവർത്തനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള കൃതിയാണ് ക്രിസ്തുമത ഛേദനം. ഇനി മറ്റൊരു കൃതി ജീവകാരുണ്യ നിരൂപണം. ഇത് അഹിംസയെക്കുറിച്ചും ജീവകാരുണ്യത്തെക്കുറിച്ചും മൃഗബലി നിരോധനത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു കൃതിയാണ് ജീവകാരുണ്യ നിരൂപണം. ജീവകാരുണ്യ നിരൂപണം എന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയിൽ അഹിംസയെക്കുറിച്ചും ജീവകാരുണ്യത്തെക്കുറിച്ചും മൃഗബലി നിരോധനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കൃതിയുണ്ട് ആദിഭാഷ. എന്താണ് ഈ കൃതിയുടെ പ്രത്യേകത? തമിഴാണ് മലയാളത്തിന്റെ മാതൃഭാഷ എന്ന് തെളിയിക്കാൻ ശ്രമിച്ച ഭാഷാശാസ്ത്ര കൃതിയാണ് ആദിഭാഷ. അപ്പോൾ ആദിഭാഷ എന്ന കൃതി രചിച്ച ചട്ടമ്പി സ്വാമിയാണ്. ഈ കൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് തമിഴാണ് മലയാളത്തിന്റെ മാതൃഭാഷ എന്ന് അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ച ഒരു കൃതിയാണ് ആദിഭാഷ. ഇനി മറ്റൊരു കൃതി നോക്കാം, മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പൊ ഈ കൃതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മറ്റൊരു കൃതി നമുക്ക് നോക്കണം, മോക്ഷപ്രദീപം. ഇത് എഴുതിയത് ആലത്തൂർ ശിവയോഗിയാണ്. അപ്പോൾ മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആലത്തൂർ ശിവയോഗിയാണ്. അപ്പോൾ ഈ ആലത്തൂർ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിക്ക് മറുപടിയായി എഴുതിയ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം.
മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമിയാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചിരിക്കുന്നത് ആലത്തൂർ ശിവയോഗിയാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാർ, ചട്ടമ്പി സ്വാമികളുടെ ഈ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ച വ്യക്തികളാണ് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാർ. ആദ്യത്തെ ആൾ നോക്കാം, ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രമുഖനായ ശിഷ്യനാണ് ബോധേശ്വരൻ. അദ്ദേഹമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ കേരള മഹിമ എന്നറിയപ്പെടുന്ന ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാണ് ബോധേശ്വരൻ. അദ്ദേഹമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചത്. ഇനി അടുത്തൊരു ശിഷ്യനാണ് നീലകണ്ഠ തീർത്ഥപാദർ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു ശിഷ്യനാണ് നീലകണ്ഠ തീർത്ഥപാദർ. ഈ നീലകണ്ഠ തീർത്ഥപാദർ ചട്ടമ്പി സ്വാമികളുടെ ഓർമ്മയ്ക്കായി തീർത്ഥപാദ മഠം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ഓർമ്മയ്ക്കായി തീർത്ഥപാദ മഠം സ്ഥാപിച്ചത് നീലകണ്ഠ തീർത്ഥപാദരാണ്. ഇനി മറ്റൊരാളാണ് തീർത്ഥപാദ പരമഹംസർ. ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പ്രധാന ശിഷ്യനാണ് തീർത്ഥപാദ പരമഹംസർ. അടുത്തയാൾ നോക്കാം, കുമ്പളത്ത് ശങ്കുപിള്ള. ചട്ടമ്പി സ്വാമികളുടെ സമാധി മണ്ഡപം പണിയാൻ നേതൃത്വം നൽകിയ ഒരു പ്രമുഖ നേതാവാണ് അദ്ദേഹം. കുമ്പളത്ത് ശങ്കുപിള്ള ചട്ടമ്പി സ്വാമികളുടെ സമാധി മണ്ഡപം പണി കഴിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് കുമ്പളത്ത് ശങ്കുപിള്ള. ഇനി അദ്ദേഹത്തിന്റെ സമാധിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം സമാധിയായ വർഷം 1924 മെയ് 5-നാണ്. അപ്പോൾ സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മന എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം സമാധിയാവുന്നത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1924 മെയ് 5-ന് കൊല്ലം ജില്ലയിലെ പന്മന എന്ന സ്ഥലത്താണ് അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ സമാധിയാകുന്നത്. അപ്പൊ ഈ പന്മനയിൽ അദ്ദേഹത്തിന്റെ സ്മാരകം പണിതിട്ടുണ്ട്. അപ്പൊ ഇത് പന്മന ആശ്രമം എന്നാണ് അറിയപ്പെടുന്നത്. ചട്ടമ്പി സ്വാമികളുടെ പന്മനയിലെ സ്മാരകം അറിയപ്പെടുന്നത് പന്മന ആശ്രമം എന്നാണ്. ഇവിടെയാണ് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്മന ആശ്രമത്തിലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഓർത്തു നോക്കാം. 1853 കണ്ണമൂലയിൽ ജനനം. യഥാർത്ഥ പേര് അയ്യപ്പൻ. 1882 നാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച. 1892 വിവേകാനന്ദനുമായി കൂടിക്കാഴ്ച. പ്രധാന കൃതികൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. 1924 പന്മനയിൽ സമാധി. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യവും നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ ക്ലാസ് പൂർണ്ണമായി കണ്ട നിങ്ങൾക്കായി 3 ലളിതമായ ചോദ്യങ്ങൾ താഴെ നൽകുകയാണ്. ഇതിന്റെ ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾക്ക് സർവ്വ വിദ്യാധിരാജ പദവി നൽകിയതാര്? അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. കേരള മഹിമ എന്ന ഗാനം രചിച്ച ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാര്? ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച വടിവീശ്വരം ഏത് സംസ്ഥാനത്താണ്? ഇപ്പൊ 3 ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. ചട്ടമ്പി സ്വാമികൾക്ക് സർവ്വ വിദ്യാധിരാജ പദവി നൽകിയതാര്? കേരള മഹിമ എന്ന ഗാനം രചിച്ച ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാര്? മൂന്നാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച വടിവീശ്വരം ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാന ടോപ്പിക്കുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു. നന്ദി.